കോട്ടയിലൂടെയൊക്കെ ഒന്ന് ആകെ ചുറ്റിക്കറങ്ങിയതിനു ശേഷം നമ്മൾ പട്ടുവോങ്കി ഹവേലിയിലേക്കുള്ള യാത്രയിലാണ്. കോട്ടയ്ക്ക് താഴെയുള്ള തിരക്ക് പിടിച്ച റോഡിലൂടെയാണ് നമ്മളുടെ സഞ്ചാരം. ഇവിടെ റോഡ് സൈഡിലൊക്കെ നിറയെ പശുവും കച്ചവടക്കാരുമൊക്കെ ഉണ്ട്. പ്രധാന റോഡ് പിന്നിട്ട് ഞങ്ങളൊരു കുഞ്ഞിടവഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ബൈക്ക് റെന്റിനെടുത്തതിൻ്റെ ഒരു സൗകര്യം ഇതൊക്കെയാണ്. തൊട്ടടുത്തുള്ള അട്രാക്ഷൻസ് ഒന്നും നടന്ന് ക്ഷീണിക്കാതെ തന്നെ പോയി കാണാം. ഇവിടുത്തെ ഇടവഴികളൊക്കെ തന്നെ ഇങ്ങനെയാണ്. വളരെ ഇടുങ്ങിയതും ആൾതാമസമുള്ള വീടുകൾ ചുറ്റുമുള്ളതും ഒക്കെ ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമേ ബൈക്ക് ഓടിക്കാൻ കഴിയൂ. ഗൂഗിൾ മാപ്പാണ് ഞങ്ങളുടെ സഞ്ചാര സഹായി. ഇടയ്ക്കൊക്കെ ഗൂഗിൾ മാപ്പ് തെറ്റിച്ചു എന്ന് തോന്നുമ്പോൾ ആൾക്കാരോട് വഴി ചോദിക്കുന്നുമുണ്ട്. നിറയെ ഫോറിൻ ടൂറിസ്റ്റുകളെയൊക്കെ വഴിയിൽ കണ്ടതുകൊണ്ട് തന്നെ ഇത് തന്നെയാകാം വഴിയെന്ന് ഞാൻ ഊഹിച്ചു. ഇടുങ്ങിയ ഗലികളിലൂടെ അതിസാഹസികമായി വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മളുടെ വ്ളോഗർ നൊമാഡിക് പല്ലു. പക്ഷെ എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ഈ ചേട്ടൻ ഈ വണ്ടിയും കൊണ്ട് വന്നതോടുകൂടി അവിടെ സ്റ്റക്കായി പോയി. പിന്നീട് ആശാൻ കടന്നു പോയതിനു ശേഷം മാത്രമാണ് മുന്നോട്ടേക്ക് പോകാനായത്. ജയ്സാൽമീറിൽ 250-നും 500-നും ഇടയിൽ ഡിയോ, ആക്ടിവ തുടങ്ങിയ സാധാരണ വണ്ടികളൊക്കെ റെന്റിന് കിട്ടും. ബുള്ളറ്റോ ഹിമാലയനോ തുടങ്ങി കുറച്ചുകൂടി കൂടിയ വണ്ടികൾ വേണമെങ്കിൽ 1000 മുതൽ 1200 വരെയൊക്കെ ആകും. കാറിന് പിന്നെയും കൂടും. ഇടുങ്ങിയതാണെങ്കിലും അത്യാവശ്യം വൃത്തിയുള്ള ഗലികളാണ് ജയ്സാൽമീറിലുള്ളത്. ബിക്കാനീറിലെയും ജയ്പൂരിലെയും ഒക്കെ പല ഗലികളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു എന്ന് പറയാതെ പറ്റില്ല. ഞങ്ങളുടെ ഈ യാത്ര ഒരു നവംബർ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു. രാജസ്ഥാനിലെ വിന്ററിന്റെ തുടക്കവും നവംബറാണ്. രാജസ്ഥാൻ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതും നവംബർ മുതലാണ്. പിന്നീടത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി വരെയൊക്കെ നീണ്ടു നിൽക്കും. അത്യാവശ്യം വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശങ്ങളിൽ ഏറ്റവും പ്ലസന്റായ കാലാവസ്ഥയുള്ളത് ഈ മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ടെങ്കിലും അതിന്റെ കാഠിന്യം അല്പം കുറവാണ്. ഗൂഗിൾ മാപ്പിലെ അമ്മായി പറയുന്നത് ഞങ്ങൾ ലൊക്കേഷനോട് വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ ഗലികൾ വളരെ വളരെ ഇടുങ്ങി വരുന്നതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ സ്വദേശികൾ വളരെ സ്മൂത്തായി ഈ റോഡിലൂടെയൊക്കെ ബൈക്ക് ഓടിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ തിക്കും തിരക്കുമുള്ളതാണെങ്കിലും അത്യാവശ്യം വീതിയുള്ള റോഡിലൂടെ ഓടിച്ചു ശീലിച്ച നമുക്കിത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഗൂഗിൾ അമ്മായി ഇത്തവണ ചതിച്ചില്ല കേട്ടോ. കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ കൊണ്ടു നിർത്തി. ഇതാണ് ഇത്രയും നേരം നമ്മൾ അന്വേഷിച്ച് നടന്ന പട്വോങ്കി ഹവേലി. 3 നിലകളിലായി പണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അത്ഭുത കൊട്ടാരം. ഒരു കൊട്ടാരമല്ല, ഇവിടെ 5 കൊട്ടാരങ്ങളുടെ ഒരു കൂട്ടമാണ് പട്വോങ്കി ഹവേലി എന്ന് അറിയപ്പെടുന്നത്. ജയ്സാൽമീരിൽ ബ്രൊക്കേഡുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന 5 ധനികരായ വ്യാപാരി സഹോദരന്മാർ ചേർന്ന് പണി കഴിപ്പിച്ചതാണ് ഈ ഹവേലികൾ. ഇന്നിവയിൽ 2 എണ്ണം ഗസ്റ്റുകൾക്കൊക്കെ താമസിക്കാൻ വേണ്ടിയും ബാക്കി 3 എണ്ണം ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 എണ്ണം മാത്രമേ പബ്ലിക്കിനായി തുറന്നു കൊടുത്തിട്ടുള്ളൂ. ടിക്കറ്റൊക്കെ വെച്ചാണ് ഇവിടെ എൻട്രി. എന്നാൽ വീഡിയോ ഷൂട്ടിങ്ങിന് പ്രത്യേകം അധിക നിരക്ക് വേണം. അതുകൊണ്ട് എല്ലാ ഏരിയകളിലൊന്നും ഞങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പട്വോങ്കി ഹവേലിയുടെ ആർക്കിടെക്ചറും അതിലെ കൊത്തുപണികളും എല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മൾ ജയ്പൂരിലെ ആംബർ ഫോർട്ടിലൊക്കെ കണ്ടതുപോലെ ഒരു ശീഷ് മഹൽ തന്നെ ഇതിനുള്ളിലുണ്ട്. എന്നാൽ അവിടെയൊക്കെ വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരുപാട് നിബന്ധനകളുണ്ട്. മാത്രമല്ല ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനുള്ള ടിക്കറ്റ്സ് എടുത്തിട്ടുമില്ല. അതുകൊണ്ട് എവിടെ വെച്ച് മൊബൈൽ എടുത്താലും ആരെങ്കിലും ഒക്കെ ഓടി വരും. പിന്നെ വെറുതെ നിയമം തെറ്റിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളും അധികം മെനക്കിട്ടില്ല. ഇതൊക്കെ അതിൻ്റെ പുറത്തു നിന്നും വീഡിയോ എടുക്കാൻ അനുവാദമുള്ള സ്ഥലങ്ങളിൽ നിന്നും മാത്രം എടുത്തതാണ്. ഇതുകൂടാതെ ഇതിനുള്ളിൽ ഒരു ആന്റിക് ഫർണിച്ചറുകളൊക്കെ വിൽക്കുന്ന ഒരു കടയും പിന്നെ കുറേയേറെ സുവനീർ ഷോപ്പുകളും ഒരു മ്യൂസിയവും ഒക്കെ ഉണ്ട്. ആകെപ്പാടെ ആനച്ചന്തമുള്ളൊരു കൊട്ടാര സമുച്ചയം തന്നെയാണ് പട്വോങ്കി ഹവേലി. ഇനിയും ജയ്സാൽമീർ വിശേഷങ്ങൾ ഏറെ ബാക്കിയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം.